പായസം വെച്ച് പായസത്തോടുകൂടി ഇതിനകത്തേക്ക് ഓരോരുത്തർ പപ്പ വിളമ്പി വെക്കാം. നോക്കട്ടെ, ടേസ്റ്റ് നോക്കട്ടെ, ഒഴിക്കല്ലേ പപ്പ വിളമ്പാം. ഞാൻ വിളമ്പാം. ഇപ്പൊ മിന്നു സന്തോഷായി താഴവള്ളി കെട്ടിട്ട്. മിന്നു മമ്മി ഇവിടെ തന്നെയാണ് രാവിലെ തൊട്ട് വൈകുന്നേരം. ഹലോ, അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അല്ലേ. അപ്പൊ ഞങ്ങളിതേ ഇവിടെ ഇന്ന് ഇത്രയും ദിവസം ഭയങ്കര ഇരുണ്ട് മൂടി നിൽക്കുമായിരുന്നു കേട്ടോ. ഇന്നൊരു ഇച്ചിരി വെട്ടം തെളിഞ്ഞുകൊണ്ട് നമ്മളൊന്ന് ചുമ്മാ പുറത്തോട്ടൊക്കെ ഇറങ്ങിയതാണ്. നടക്കാനൊന്നും അല്ലാണ്ട് ചുമ്മാ വീടിൻ്റെ മുറ്റത്തിറങ്ങി ഇങ്ങനെ നിൽക്കുന്നു അല്ലേ. അപ്പോൾ അബിയാണെങ്കിൽ ഇവിടെ ഭയങ്കര ടെൻഷനിലാണ്. നമ്മുടെ കാറിൻ്റെ ടയർ ഒരു ഇച്ചിരി പഞ്ചറായേ. അതിൻ്റെ അറ്റത്ത് തന്നെ ഒരു ഇതാണ് കയറി. നമ്മൾ ടയർ മാറ്റിയിട്ട് കുറച്ച് നാളെ ആയുള്ളായിരുന്നുള്ളൂ. അപ്പം അതങ്ങനെ മാറിയതിൻ്റെ വിഷമത്തിലാണ് അബി അല്ലേ ബി. ടയർ പഞ്ചറായ കാര്യം ഞാൻ പറയുമായിരുന്നു. അതെ, നമ്മുടെ ടയർ ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ പുതിയ ടയറായിരുന്നു കേട്ടോ. ഇത് കണ്ടോ, മാറ്റിയിട്ട് കുറച്ച് നാളായതേ ഉള്ളൂ. ഇത് അടിപൊളിയായിട്ടൊരു ആണി കയറി. ആ ആണി തുളച്ച് അപ്പുറം കയറി വന്നിട്ടുണ്ട് കേട്ടോ. എന്ത് കഷ്ടല്ലേ. ഇത് പഞ്ചർ ഒട്ടിക്കാൻ പറ്റില്ല. ഈ മൂന്ന് ലൈൻ, ഇത് കണ്ടോ, ഈ മൂന്ന് ലൈൻ ഇതിനുള്ളിൽ മാത്രമാണെങ്കിൽ നമുക്ക് പഞ്ചർ ഒട്ടിക്കാൻ പറ്റുള്ളൂ. ഇതിനിപ്പുറത്തോട്ടും പറ്റില്ല. അതുപോലെ ടയർ റീപ്ലേസ് ചെയ്യണം. ഇവിടുത്തെ റൂൾ അത്. ഇവിടെ നല്ല എല്ലായിടത്തും അങ്ങനെ തന്നെ ആയിരിക്കും. സേഫ് അല്ല എന്ന് പറയുന്നത് ഇങ്ങനെ സൈഡ് വാളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ടയറിന് ഇൻഷുറൻസ് എടുത്തിട്ടില്ല. പിന്നെ വാറണ്ടി എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെ നമ്മൾ പഞ്ചറായി ഇങ്ങനെ കയറി കഴിഞ്ഞാൽ വാറണ്ടി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നാച്ചുറൽ വേറെ ടയറിന് കിട്ടത്തോളം എനിക്ക് പറയാം. അങ്ങനെ എനിക്ക് തോന്നുന്നു. നമ്മളിത് മാറ്റി പുതിയ ടയർ ഇട്ടു. ഇത് പുതിയ ടയറാണ്. ഇതിന് വിലക്കുറവാണ്. ഇതിന് 8500 രൂപ ഉള്ളൂ. ഇത് നല്ല ടയറായിരുന്നു. ഇത് നമുക്കിങ്ങനെ എപ്പോഴും ഓരോരോ പണി വരുമല്ലേ. ഇത് റെഡി ആയി വരുമ്പോഴത്തേക്ക് അടുത്ത പണി കിട്ടും. എന്താ ഇത് നോക്കി നീ. പിന്നെ ഇത് എല്ലാരും പറയുന്നത് നമുക്ക് വേണമെങ്കിൽ റിപ്പയർ കിറ്റ് മേടിച്ചിട്ട് പഞ്ചർ കിറ്റ് മേടിച്ച് നമുക്ക് തന്നെ ഒട്ടിക്കാന്ന്. ഞാൻ എന്തായാലും ഒട്ടിച്ചു നോക്കും. പക്ഷെ സേഫ് അല്ലാന്ന് എനിക്കും പറയാനുള്ളത്. ഒട്ടിച്ച് നോക്കണ്ട. ഒട്ടിച്ച് നോക്കിയാൽ ചിലപ്പോ നമ്മൾ ഇട്ടാലോ. വെറുതെ സേഫ് അല്ലാത്ത 100 പൗണ്ടിന് വേണ്ടി ലൈഫ് കളയണ്ടല്ലേ. എന്നാ ഇതിവിടെ എടുത്ത് വെച്ചേക്കാം. ചെടി വല്ലതും കളയില്ല ഞാൻ എന്തായാലും. ഭയങ്കര സങ്കടമായി പോയിട്ടോ. എനിക്ക് 3 ടയർ അന്ന് ഒന്നിച്ച് മാറ്റിയതാ. അങ്ങനെ നമ്മുടെ ഗ്യാരേജ് നമ്മൾ ഏകദേശം സെറ്റ് ചെയ്തു കേട്ടോ. ഇത് കണ്ടോ, അത്യാവശ്യം സ്പേസ് ഉള്ളത് കൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റി. നമ്മുടെ ക്യാമ്പിങ്ങിന്റെ ഐറ്റംസും അതുപോലെ തന്നെ കയറിന്റെയും ക്ലീനിങ്ങിന്റെയും അങ്ങനെയുള്ള ഐറ്റംസും ഒക്കെ നമുക്ക് ഗ്യാരേജിൽ കയറ്റി വെക്കാൻ പറ്റി കേട്ടോ. അതെ, നമ്മുടെ ക്യാമ്പിങ്ങിന്റെ ഒക്കെ സാധനം ഇങ്ങനെ വെച്ചിട്ടുണ്ടല്ല. നമ്മുടെ ടെന്റ്, നമ്മുടെ ഈ ടെന്റ് ഇങ്ങനെ കാണുമ്പോ നമുക്ക് ക്യാമ്പിങ് മിസ് ചെയ്യും അല്ലേ ബി. ടെന്റ് ഇങ്ങനെ ഇപ്പൊ എല്ലാ സാധനവും ഇത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ആമിയുടെ പഴയ പ്രാമാട്ടോ ഇത് അല്ലേ ആമി. അതേപോലെ ഇത് നമ്മുടെ സൈക്കിളും എല്ലാം ഇവിടെ കേറി. വാ ആമി. ഇവിടെ നമ്മുടെ കിച്ചണാണ് കേട്ടോ. കിച്ചണിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുമ്പോഴാണ് നമ്മുടെ ഗ്യാരേജ്. അപ്പൊ ഇങ്ങനെ ഒരു സ്പേസ് ഉള്ളത് കൊണ്ട് കുറെ ഉപകാരമാണ് അല്ലേ ചായ. ഇങ്ങനെ ഒരു സ്പേസ് ഉള്ളത് കൊണ്ട് ഭയങ്കര ഉപകാരമാണ്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ. ഞങ്ങളുടെ പഴയ വീട്ടിലായിരുന്നു ഈ സാധനം എല്ലാം ഉണ്ടായത്. അതാ ഞങ്ങൾ ഉപേക്ഷിച്ചതല്ല, നമ്മള് വീടിനകത്തോട്ട് വെക്കുന്നില്ല. അപ്പൊ ഇത് ക്യാമ്പിങ്ങിന്റെ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് എടുത്തു. പെണ്ണ് നോക്കി പുറത്തു പോകാൻ വേണ്ടി കളിക്കുന്ന കളി നോക്കി. ആമിക്കും എല്ലാവർക്കും ഇവിടെ പനിയും ജലദോഷമാണ് അല്ലേ ആമിക്കോട്ടാ. എല്ലാവർക്കും ജലദോഷം തൊണ്ടവേദനയൊക്കെയാണ്. ഞങ്ങൾ ആമി സ്റ്റെപ്പ് കയറുമ്പോ വീഴാതൊക്കെ ഇരിക്കാനായിട്ട് ഒരു സാധനം മേടിച്ചായിരുന്നല്ലോ, ഗേറ്റ് മേടിച്ചായിരുന്നല്ലോ. അതപ്പോ ഞങ്ങള് മുകളിൽ വെക്കുമ്പോ കുറെ പേര് നമ്മൾ കമന്റ് ചെയ്തായിരുന്നു അങ്ങനെ വെക്കരുത്, ഡേഞ്ചർ ആണെന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മളത് ഉപേക്ഷിച്ചോട്ടോ. അത് കാര്യം അതങ്ങനെ താഴെ വീഴത്തൊന്നുമില്ല. എന്നാലും ഒരു ഡേഞ്ചർ വേണ്ടത്. ഇവിടെ പിന്നെ അങ്ങനെ സ്റ്റെപ്പിൽ വലിയ കയറുന്നൊന്നുമില്ല. അതുകൊണ്ട് പിന്നെ അതിന് ആവശ്യമില്ല അല്ലേ. അപ്പൊ നമുക്ക് ഈ ഗ്യാരേജിന്റെ ഇതങ്ങ് അടച്ചേക്കാം. ലൈറ്റ് ഓഫ് ആക്കാൻ ഓർക്കണേ. എടി എവിടെയാ പോന്നെ? സൈക്കിൾ ചവിട്ടാൻ പോവായിരുന്നല്ലേ. നല്ല കാലാവസ്ഥയായിരുന്നു. പപ്പയും മമ്മിയും കിടന്നുറങ്ങി. ഉച്ചയ്ക്ക് ഫുഡെല്ലാം കഴിച്ചു. പപ്പയും മമ്മിയും കിടന്നുറങ്ങി. തണുപ്പ് അങ്ങോട്ട് സെറ്റ് ആയിട്ടില്ല. പപ്പ ഇന്ന് ഇറങ്ങി പുറത്തൂടെ ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. വെയില് കണ്ട സന്തോഷത്തില് പപ്പ ഇറങ്ങിയോ? ഫൈനലി ഞങ്ങളുടെ അക്വേറിയം സെറ്റ് ചെയ്തു കേട്ടോ. ഇത് ആമീനെ പറ്റിക്കാനായിട്ട് ഓരോരോ മീനെയൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇത് മറ്റേ ടൈഗർ ബാർബും അതേപോലെ തന്നെ ഗ്രീൻ ബാർബും എന്ന് പറഞ്ഞ മീനുകളാട്ടോ. നാട്ടിലെ അതന്നെ ഏഷ്യൻ മീനാ. നാട്ടിലെ വാഴക്കവരേന്റെ വേറൊരു വകഭേദം. അപ്പൊ അങ്ങനെ ചെറിയ 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 മീനുകളാ. അതെ,
വലിയ മീന് നമുക്ക് ഈ ഒരു അക്വേറിയത്തിന്റെ സൈസിൽ നമുക്ക് വലിയ മീനെ കിട്ടത്തില്ല കേട്ടോ. നമ്മൾക്ക് എനിക്ക് തോന്നുന്നു നാട്ടിലാണെങ്കിൽ വലിയ കുഴപ്പമില്ല, സൈസ് ഒക്കെ തരും. പക്ഷെ ഇവിടെ നമ്മളോട് മീൻ മേടിക്കാൻ ചെല്ലുമ്പോ സൈസ് ഒക്കെ ചോദിക്കും അല്ലെ, ഏത് എത്ര സൈസാണ് നിങ്ങളുടെ അക്വേറിയം, അപ്പൊ അതിന് പറ്റുന്നത് തരുള്ളൂ. ഇപ്പൊ ചില മീനുകളൊക്കെ വലുതാവും പറഞ്ഞിട്ട് തരത്തില്ല. ഇത് തന്നെ നമുക്ക് തന്നത് ഇത്രയും ലെങ്ത് ഉള്ളതുകൊണ്ട്, അല്ലെ നമ്മൾ ഗപ്പിയും കാര്യങ്ങളൊക്കെ നമുക്ക് വാങ്ങാൻ പറ്റത്തുള്ളൂ. നമ്മൾ മുന്നേ ഗപ്പി മേടിച്ച് പൈസ കളഞ്ഞിട്ടുള്ളതാണ്. ഗപ്പിക്ക് ഇതിനേക്കാളും പൈസ ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ നോക്കുമ്പോ ഇത്രയും ടാങ്കും ഈ 100-200 പോണ്ട് ഇതിനെ ഉടക്കി, എന്നിട്ട് ഗപ്പീനെ മേടിച്ച് വളർത്താനാണെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഗപ്പീനേക്കാളും വില കുറഞ്ഞ മീനായത്. ഇച്ചിരി വലുതാവുന്നവര്. പിന്നെ എനിക്ക് വാഴയ്ക്ക വരാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നാട്ടിലെ കോട്ട് ചെയ്ത് കൊണ്ട് എത്ര പിടിച്ചിട്ടുള്ളതാ. അപ്പൊ അതിന്റെ ഒരു ഓർമ്മയ്ക്കായിട്ടും കൂടെ ഞാനത് മേടിച്ചിട്ടേക്കുന്നത് കേട്ടോ. അങ്ങനെ ഒരു ആഗ്രഹമായിരുന്നു. അപ്പൊ അത് നമ്മൾ സെറ്റ് ചെയ്തു. കുഴപ്പമില്ല. പിന്നെ സ്റ്റാൻഡൊക്കെ നമ്മളല്ലാണ്ട് മേടിച്ചതാ. സ്റ്റാൻഡ് ഇത് ഞാൻ ഓൺലൈൻ ആമസോണിൽ നിന്ന് മേടിച്ചത്. സ്റ്റാൻഡ് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം സെപ്പറേറ്റ്. നമുക്ക് ഇത് മാത്രമാണ് വലിയ പൈസ മുടക്കില്ലാതെ കിട്ടിയത്. ബാക്കി എല്ലാത്തിനും പൈസ മുടക്കി. അല്ലടി. അതേപോലെ ഇത് കണ്ട, ഇത് നമ്മള് മമ്മീനെ പാപ്പേനെ കൂട്ടാൻ വേണ്ടി പോയപ്പോ മേടിച്ച പൂവാട്ടോ ഇത്. അതിനൊന്നും പറ്റിയിട്ടില്ല. പക്ഷെ ഇപ്പൊ ഇളകി തുടങ്ങി. എന്നാലും അത് ഇപ്പൊ 12 ദിവസമായേ ഇത് നമ്മൾ മേടിച്ചിട്ട്. ഈ ഇല ഇതിനകത്ത് ഇട്ടാലുണ്ടല്ലോ കളറ് അത് മൈഡല്ല ഇച്ചായ. അത് സാരമില്ല. ഞാൻ ഇന്ന് രാവിലെ അതിന്റെ വെള്ളം മാറ്റി വെച്ചതേ ഉള്ളൂ. അതെന്തിനാ വെള്ളം അങ്ങനെ തന്നെ വെള്ളം അപ്പനും മോളും കൂടി ചെയ്യുന്ന പണിയുണ്ടോ. പക്ഷെ വേറൊരു കാര്യം, ഇങ്ങനെ ഈ പൂക്കളൊക്കെ വെക്കുമ്പോ ഉണ്ടല്ലോ ഒരു പ്രസന്നതയാ, ഒരു പോസിറ്റീവ് വൈബ് കിട്ടുന്നുണ്ട്. അതന്നെ ഈ ഒരു കാലാവസ്ഥയും കൂടെ ആകുമ്പോഴത്തേക്കും അടിപൊളിയാണ്. വേറൊരു കാര്യം കണ്ട, ഇവിടെ നിന്ന് അങ്ങ് അവിടം വരെ അഴവള്ളിയെല്ലാം കെട്ടി ഞങ്ങൾ സെറ്റ് ആക്കിട്ടാ. പപ്പയുടെ മമ്മിയുടെയും വന്ന പ്രകാരം നമ്മൾ എല്ലാം കെട്ടി സെറ്റ് ചെയ്തിട്ടുണ്ട്. വീട്ടില് നമ്മൾ അയ കെട്ടിയായിരുന്നു, പക്ഷെ ഇവിടെ നമ്മൾ കെട്ടണ്ടെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ വീട്ടുകാർ സമ്മതിക്കുന്നില്ല, എന്ത് ചെയ്യാൻ പറ്റും. അതേപോലെ എങ്ങോട്ടോ നമുക്ക് വേറെ എന്റെ ഒരു സ്വന്തം കാണിച്ചോ. നമ്മള് വെച്ച ഒരു ചെടിയിൽ ആദ്യത്തെ പൂ വിരിഞ്ഞു കേട്ടോ. അത് കണ്ടോ, ഡാഫോഡിൽസ് വിരിഞ്ഞു. പക്ഷെ ഏതോ പുഴു കടിച്ചു അതിനകത്ത്. പുഴുണ്ട്. 3-4 ദിവസമായിട്ടോ ഇത് വിരിഞ്ഞിട്ട്. ഇത് പോവാനായി. അതുപോലെ ഇതൊക്കെ ഡാഫോഡിൽസ് അല്ലേ? ഇതൊക്കെ ഡാഫോഡിൽസ്. ഇതൊക്കെ നട്ടതേ ഉള്ളത്. അതിന്റെ മണ്ണൊക്കെ മാറിപ്പോയിട്ട് മാറി. അതേപോലെ വേറൊരു ചെടിയും കൂടെ കാണിച്ചു തരാം. അതുപോലെ ഇത് കണ്ട, ഇതും നമ്മൾ നട്ട ഒരു ചെടിയാട്ടോ. ഇത് കണ്ട, നല്ല രസമില്ലേ? ഇതിൻ്റെ പേരറിയത്തില്ല കേട്ടോ. നല്ല രസമുണ്ട്. ഇത് വിരിഞ്ഞ് കാണാൻ നല്ല രസമുണ്ട്. ഇതിപ്പം വാടി കേട്ടോ. ഇത് 3-4 ദിവസമായി ഇതൊക്കെ വിരിഞ്ഞിട്ട്. അതേപോലെ തന്നെ നമ്മളിത് ഇവിടെയും ഡാഫോഡിൽസ് നട്ടിട്ടുണ്ട്. അത് മുളച്ച് വരുന്നേ ഉള്ളൂ അല്ലേ. ഇപ്പം മിന്നു സന്തോഷമായിട്ടോ അഴവള്ളി കെട്ടിയിട്ട്. മിന്നു മമ്മി ഇവിടെ തന്നെയാണ് രാവിലെ തൊട്ട് വൈകുന്നേരം. എനിക്ക് ഇങ്ങനെ ഒരു സ്വഭാവം കേട്ടോ. ഒരു സൈഡ് ഉണങ്ങി കഴിയുമ്പോഴത്തേക്കും ഞാൻ മറിച്ചിടുന്നു, തിരിച്ചിടുന്നു. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ കാര്യങ്ങൾ നടക്കുന്നത്. ഒരു സെറ്റ് തുണി അവിടെ അലക്കിയിട്ടേക്കുന്നത്. വേറൊരു കാര്യം ഉണ്ടടി, നമ്മൾ ആള് കൂടുന്നതിനനുസരിച്ച് തുണികളും കൂടും. തുണികൾ കൂടുമ്പം ഡെയിലി അലക്കിയില്ലെങ്കിൽ പ്രശ്നമാണ്. അപ്പോൾ ആരെങ്കിലും വിസിറ്റിംഗ് വിസയുടെ ആവശ്യത്തിനൊക്കെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഞാൻ ചെയ്യുന്നുണ്ട് മീൻസ് ഞാൻ ഹെൽപ്പ് ചെയ്യാം. കാരണം നമ്മൾ പപ്പയുടെ മമ്മിയുടെ വിസ ഇപ്പോൾ ചെയ്ത് നമുക്ക് ചെറിയൊരു നമ്മൾ മൂന്നാമത്തെ തവണ നമ്മളിപ്പോൾ ചെയ്യുന്നത്. കാരണം ആദ്യം അമ്മയുടെ വിസ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് സക്സസ് ആയി. പിന്നെ ഇപ്പോൾ രണ്ടാമത് പപ്പയുടെയും മമ്മിയുടെയും ചെയ്തു, രണ്ടുപേരെയും ചെയ്തു. അപ്പം ആർക്കെങ്കിലും വേണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ചെയ്തു തരുന്നതായിരിക്കും. പിന്നെ വേറൊരു കാര്യം, ഇത് നമ്മളെ ഫാമിലി, അതായത് നമ്മളിവിടെ ഉള്ളവർക്ക് നാട്ടിൽ നിന്ന് വിസിറ്റിംഗ് പാരൻസിനെയൊക്കെ ജസ്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള വിസയാണ്. അല്ലാണ്ട് വലിയ കാര്യമായ സംഭവമൊന്നും അല്ല. കാരണം ഒരുപാട് വിസ തട്ടിപ്പും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ വിസ ചെയ്തു തരാമെന്ന് പറയുന്നതല്ല, വിസിറ്റിംഗ് വിസ നമ്മുടെ പാരൻസിനെ ഇവിടെ കൊണ്ടുവരാനുള്ള സംഭവം. ആമിക്ക് ഉറക്കം വരുന്നുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളും സൈഡിൽ പോയിട്ട് കിടന്നുറങ്ങാമെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ വൈകുന്നേരം എണീച്ച് നല്ല പായസം വെക്കണം. പപ്പയും മമ്മി ഇന്ന് പായസം വെക്കുന്നുണ്ട്. അപ്പം നമ്മുടെ മെയിൻ പരിപാടി ഇന്നത്തെ പായസമാണ് അല്ലേടി, നാട്ടിലെ നാടൻ പായസം. ആമിക്ക് ഉറക്കം വരുന്നുണ്ട്. ആമിക്ക് പനിയാട്ടോ, ചെറിയ പനിയാണ്, 2 ദിവസമായിട്ട് നല്ല പനിയാണ്. മിന്നുവിന് തൊണ്ടവേദന, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. എനിക്ക് തൊണ്ടവേദന, രാത്രി എനിക്ക് ഭയങ്കര തൊണ്ടവേദന, രാവിലെ എണീക്കുമ്പോൾ തൊണ്ടവേദന പോകും. അതെന്താ അങ്ങനെ അറിയില്ല. എനിക്ക് മമ്മിക്കും തൊണ്ടവേദനയാണ്, പപ്പയ്ക്ക് ജലദോഷം. എന്താണെന്നറിയില്ല. ആമിക്ക് നല്ല ജലദോഷം. നല്ല ജലദോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂക്ക് അടപ്പും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ. രാത്രിയിൽ ഉറങ്ങുന്നില്ല. അപ്പൊ നമ്മളിത് ഇനി പായസം വെക്കാനുള്ള പരിപാടിയാണ്. അപ്പൊ പപ്പയും മമ്മി ഇന്ന് സ്പെഷ്യലായിട്ട് പായസം വെക്കുന്ന പറഞ്ഞാൽ നോക്കാം. നമുക്ക് ഇന്ന് പായസത്തിന്റെ പരിപാടി നോക്കാം. ഇതിനകത്ത് പകുതി പാലെടുക്കാം അല്ലേ? ഇത് 2.5 ലിറ്റർ എന്നല്ലോ പറഞ്ഞേ? 2.25 ലിറ്റർ. 2.25 1.5 അതെ. 1.5 ലിറ്റർ എന്ന് പറയുമ്പോൾ അതിന്റെ 1.5 ലിറ്റർ ശരിയാണ്.
കൗണ്ടർ അടിക്കാം സൈഡിലൂടെ വന്നില്ല. മുന്നും അസിസ്റ്റന്റ് ആയിട്ടാണുള്ളത്. പണി കൂട്ടൊക്കെ നമ്മളാട്ടോ ചെയ്യുന്നത്. കൂട്ടൊക്കെ ഓൾറെഡി കമ്പനി ചെയ്തതാണ്. ഇതിനകത്ത് ചെറിയ ചെറിയ പൊടിവിദ്യകളുണ്ട്. കൂട്ടൊക്കെ നമ്മൾ തന്നെ ചെയ്യുന്നത്. കൂട്ട് നമ്മൾ തന്നെ ചെയ്യുന്നതല്ലേ, ഇതിനകത്ത് ചെറിയ പൊടിവിദ്യകളൊക്കെ ചെയ്യാനുണ്ട്. അത് ഇതൊക്കെ ഇടാനുണ്ട്. കൂട്ടുകൾ ഓൾറെഡി നമ്മളത് ഇങ്ങനത്തെ സാധനം തള്ളിന് ഒരു കുഴപ്പമില്ല കേട്ടോ. ഇതള്ളതല്ല, ഇതിനകത്തൊക്കെ ചില ഇതൊക്കെ ചേർക്കാനുണ്ട്. പാല് തീ കത്തിച്ചു. തിളക്കട്ടെ. ഇപ്പൊ കാണിച്ചാലത് കാണിക്കാനൊന്നുമില്ല. ഇതിനകത്ത് ഇപ്പൊ 2 സാധനങ്ങളൊക്കെ ചേർക്കാനുണ്ട്. അന്നേരമാണ് അതിന്റെ ശരിയായ വരുന്നത്. അതെ, അങ്ങനെ പെട്ടെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല. ഇതിപ്പോ എത്ര എടുത്താല്? ഇത് ഇവിടം വരെയാണ് 1 ലിറ്റർ. 1.5 ലിറ്റർ എടുത്തു. 1.5 ലിറ്റർ എടുത്തു. 1.5 ലിറ്റർ പാലിലാണ് ഇപ്പൊ ഇത് ഇങ്ങനെ മാത്രമല്ല, പലയിടത്തും കിട്ടുമായിരിക്കും. ഇത് കൊഴുപ്പുള്ള പാല. ഇവിടെ ഇത് വോൾ മിൽക്ക് ആണ് കേട്ടോ, വോൾ മിൽക്ക്. അതായത് ഫുള്ള് കട്ടി പാല്. നീല, പച്ച, ചുമപ്പ്, അങ്ങനെ 3 കളറാ വരുന്നത്. പച്ചയാണെങ്കിൽ സെമി സ്കിംഡ് ആയിരിക്കും, ചുവപ്പാണെങ്കിൽ വെറും വെള്ളം കൂട്ടിയ പാല്. നല്ല കട്ടിയുണ്ട്. ഇത് നല്ല കട്ടിയുള്ള അതാണ് ഏറ്റവും കട്ടിയുള്ള പാല്. നോക്കട്ടെ ഇപ്പൊ എന്താവും നോക്കാൻ. ഇത് ഡബിൾ ഹോൾസിന്റെ കേട്ടോ. അതിൽ എനിക്കൊരു പ്രതീക്ഷയുണ്ട്. ഇവരാക്കിയിട്ട് കൊള്ളാക്കുമോ ചേർക്കാനുണ്ട്. അതല്ലേ എന്ത് ചേർക്കണ്ട ഇവിടെ സാധനം ചേർക്കാൻ. അതെ, ലാസ്റ്റ് മേമ്പടി ചേർക്കുന്നത്. മമ്മിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഭവം ഈ സേമിയ കുറച്ച് വറുത്തങ്ങ് ഇടുക, പാല് ഒഴിക്കുക, ഏലക്കായും പൊടിച്ചിട്ട് പായസം. ഇതാ മമ്മിയുടെ ഏറ്റവും മെയിനായ പായസം എന്നൊക്കെ പറഞ്ഞാൽ അടപ്രഥമനൊക്കെ വെക്കണം. അതൊക്കെ ഞാൻ വെക്കും കേട്ടോ. പായസം വെച്ച് എന്താന്ന് വെച്ചത്, ഈ പായസത്തോടുകൂടി ആഷിക പ്രസവത്തിന് പോകാൻ വേണ്ടി ഇരിക്കുവായിരുന്നു. അന്നേരം അന്നവിടെ എല്ലൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് പെട്ടെന്ന് ആഷിക്ക് വേദന ഇതുപോലെ പ്രശ്നമായി ഞങ്ങൾ പോയി. ലാലിച്ചിന് നൽവിന് ഇറച്ചിക്കറി എല്ല് കറി വെച്ചെടുത്തു. എന്നിട്ടാകുമ്പോ നെൽവി വന്നിട്ട് പറഞ്ഞു എന്നോട്, മമ്മി ഒരിക്കലും കറി വെച്ചു തന്നു. എല്ല് കറി പാല് തിളച്ചു പോകുന്നുണ്ടോ നോക്കണേ. എന്നെ കുറ്റം പറയുമ്പോ പപ്പ എനിക്ക് പപ്പയുടെ കറി അറിയാ. അതന്നെ. അതേപോലെ തന്നെ ഉരുളക്കിഴങ്ങ് ചക്കക്കുരു മാങ്ങക്കറി. അതെങ്ങനെയായിരുന്നു അറിയോ? ചക്കക്കുരു മാങ്ങക്കറി എന്ന് പറഞ്ഞിട്ട് ഒരു കറി കൊണ്ടുവന്ന് വെച്ചു. അന്നേരം ഞാനിത് വിളമ്പുവാ. വിളമ്പുമ്പം ചോറിങ്ങനെ ഇട്ടിട്ടല്ലേ, വിളമ്പുമ്പോ വെള്ളം നോക്കുമ്പോ അടിയിൽ ഇങ്ങനെ വെള്ളമായി. മുകളില് 4 നീളത്തിൽ 4 ചക്കക്കുരു കിടപ്പുണ്ട്. ഇതെല്ലാം കേട്ടോടി. അത് ഭയങ്കര കോമഡി. അതവളന്നേരം പഠിക്കുന്നതല്ലേ ഉള്ളൂ. ഇപ്പൊ നീ അവൾക്ക് ഏത് കറിയാലും ഇപ്പൊ ഏത് കറിയും വെക്കും, പക്ഷെ എല്ലാം അങ്ങനെ തന്നെയാണുള്ളൂ. ഞാൻ നല്ല കറി വെക്കും. ഞാൻ പുതിന ചിക്കൻ വെച്ചത് എനിക്ക് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വരുമ്പോ ഞാൻ ചിക്കൻ കറി ആക്കി വെക്കണേന്ന് വന്ന് നോക്കുമ്പോ ചിക്കൻ ഇല്ല, കുതിരയില ഉണ്ടായിരുന്നു. പിന്നെ പുതിന ചിക്കൻ, അതെ പുതിനയിലയുടെ ചിക്കൻ, അല്ലാതെ ചിക്കൻ കറി മാത്രമല്ലോ. അത് ചിക്കൻ ഇടാൻ മറന്നു പോയതാ. ചിക്കൻ ഇടാൻ മറന്നു പോയതല്ല. അതേപോലെ തന്നെ ഞാൻ വെക്കുന്നുണ്ട് ഇഞ്ചി ഗാർലിക് ചിക്കൻ കറി. അതൊക്കെ ഞാൻ വെക്കല്ലേ. എന്നിട്ട് എല്ലാം ഒരേ മോഡൽ, എപ്പ വെച്ചാലും സെയിം സാധനം വരണം അല്ലേ മുന്നാ. പപ്പയുടെ ചിക്കൻ കറി. അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്യാം, നിങ്ങളുടെ വീട്ടിൽ ആരാ നന്നായിട്ട് കറി വെക്കുന്നത്. പായസത്തിന്റെ ലാസ്റ്റ് സ്റ്റേജിലോട്ടായി കേട്ടോ. നമ്മള് കുറച്ച് നെയ്യൊക്കെ ചേർത്തു ലാസ്റ്റ്. പപ്പ എന്ത് പൊടിക്കേ ലാസ്റ്റ് ഇട്ടേ? ലേശം ഏലക്കായ ഇട്ടു, ലേശം നെയ്യ് ചേർത്തു. അത്രേ ഉള്ളൂ. ബാക്കി പിന്നെ ചെറിയ ചെറിയ ഇതുണ്ട്. അതൊക്കെ പിന്നെ പറയാം. എല്ലാം കൂടെ പറഞ്ഞു കഴിയുമ്പോൾ അവർ പിന്നെ വെച്ച് കഴിഞ്ഞാലേ ഒരു ടേസ്റ്റ് മാറും. അങ്ങനെ നമ്മുടെ പായസം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാനും ആമയും കൂടെ ഇപ്പൊ വിളമ്പും. എന്നെ വിളമ്പാനും സമ്മതിക്കുകയല്ല. നമുക്ക് വിളമ്പാം. ഇതിനകത്തേക്ക് ഓരോന്നിടത്തിൽ പപ്പ വിളമ്പി വെക്കാം. നോക്കട്ടെ, ടേസ്റ്റ് നോക്കട്ടെ, ഒഴിക്കുകയല്ല. ടേസ്റ്റ് നോക്കട്ടെ, പപ്പ വിളമ്പാം. ഞാൻ വിളമ്പാം. ഇനി നമുക്ക് വിളമ്പാം. കണ്ടിട്ട് പായസം നല്ല പായസാന്ന് തോന്നണം. കുടിച്ചു നോക്കുമ്പോ പറയാം. അല്ല, ഉണ്ണി കോരി കുടിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ ടേസ്റ്റ് ഉണ്ട്. കുഴപ്പമില്ല. എനിക്ക് മറ്റേ പെസായ ചപ്പം മുറിച്ചിട്ട് പാല് കുടിക്കൂല, അത് തോന്നുന്നു.
പായസം കുടിക്കുമ്പോ എനിക്ക് പണ്ട് ഞാൻ പായസം വെച്ച കഥ ഓർമ്മ വന്നു. അതേതാ സേമിയ വറക്കാതെ ഒരു പായസം വെച്ച് ഞാൻ പാല് തിളപ്പിച്ചിട്ട് കഴിയുമ്പോ എല്ലാം കൂടെ ആലുവ കഷ്ണം പോലെ അല്ലേ? അതെനിക്ക് ഓർമ്മയുണ്ട് തോന്നല്ലോ. നമ്മ ഒരു തവണ അല്ല കുറെ തവണ അങ്ങനെ ആക്കിയ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. കുറെ തവണ മുറിച്ച് കഴിച്ച ഒരു ഫീല്. പിന്നെ ഞാനത് പഠിപ്പിച്ചു കൊടുത്തു ഓരോന്നോരോന്നായിട്ട്. റെഡി ആയി. അപ്പൊ അല്ല അതിനുശേഷം ചാൻസ് കൊടുത്തിട്ടില്ല. അല്ല ആഷ്ലി പായസം ഉണ്ടാക്കിട്ടോ. എന്റെ വീട്ടിൽ പെങ്ങൾ ഒരു തവണ പായസം ഉണ്ടാക്കിട്ട് വല്യമ്മയ്ക്ക് കൊടുത്തു. വല്യമ്മ ലാസ്റ്റ് പായസം കുടിച്ചിട്ടേ വാ തുറക്കാൻ പറ്റുന്നില്ല. വെപ്പുകല്ലും എല്ലാം കൂടെ ഒട്ടി പിടിച്ചിട്ട് ലാസ്റ്റ് കുടുങ്ങി. അല്ലേ മറ്റേ ബബിൾ ഗമ്മ് വായിലിട്ട് ഒട്ടി പിടിക്കുന്ന അവസ്ഥയുണ്ട്. ഇതേപോലെ സേമിയ വെച്ചതാ മറക്കാതെ. അങ്ങനെ കൊറേ കോമഡി ഉണ്ട് കേട്ടോ ഈ പായസത്തിന്റെ ബാക്കിൽ. ഇതേപോലെ മമ്മി വെച്ചാൽ അലുവ പറയത്തോടെ ഇപ്പൊ വെക്കല്ലേ. എന്റെ മരുമോനോടും മരുമോളോടും ചോദിച്ചാൽ മതിയല്ലോ ഞാൻ പായസം വെക്കും. അത് പിന്നെ മരുമോളും പറയുമോ കഥ? അല്ലല്ല മിന്നുവിനോട് ചോദിച്ചേ. മരുമോന് മോനും പറയില്ല. അപ്പൊ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നില്ലേ അങ്ങനത്തെ കഥ. ഇവിടെ എന്താ പരിപാടി? പായസമൊക്കെ കുടിച്ചു കഴിഞ്ഞ് ഞങ്ങളിപ്പോ ചോറുണ്ടാൻ വേണ്ടി പോട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നമ്മളപ്പം ഇനിയിപ്പോ ചോറൊക്കെ കൊണ്ടിട്ട് നമ്മുടെ ജയ് ബാലയ്യയുടെ ഒരു പടം കാണാനുണ്ട്. ഏതായിരുന്നു ആ പടം? ദാക്കു മഹാരാജ്. ദാക്കു മഹാരാജ് എന്ന് പറഞ്ഞൊരു പുതിയ പടം ഇറങ്ങിയിട്ടുണ്ട്. നെറ്റ്ഫ്ലിക്സിലുണ്ട്. ഇപ്പൊ ഇന്റർവെൽ സമയത്ത് നമ്മള് ചോറുണ്ടിട്ട് വേഗം ബാക്കി സിനിമ കാണാൻ വേണ്ടി പോവാ. അപ്പൊ അടുത്തൊരു വീഡിയോയില് വീണ്ടും കാണാം.